അപ്പോ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കാൻ ഞാൻ ഇങ്ങനെ കൊതിച്ചു നിക്കാണ്. കാരണം രവീന്ദ്രൻ മാസ്റ്റർ റൗണ്ട് നടക്കുമ്പോൾ ഈ ഒരാളെ കൊണ്ടുവരാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ആരാണ്? നമ്മളൊക്കെ മാസ്റ്ററുടെ പാട്ട് റിലീസ് ആവുമ്പോഴൊക്കെ ആണല്ലോ കേൾക്കാം. അപ്പോ പക്ഷേ പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുമ്പോ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് പാട്ട് മുന്നേ കേൾക്കുന്ന ആ ഒരു ആള് പാതി ശോഭാമ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കട്ടെ? വിളിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ശോഭാമയെ ഞാൻ സ്വാഗതം ചെയ്യാണ്. കറക്റ്റ് പാട്ടും ആ എൻട്രിയും സൂപ്പർ. വണ്ടർഫുൾ. ശോഭാണ്ടി സുഖായിരിക്കുന്നോ? ഓ സുഖം. സപ്താഹം ഒക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? സപ്താഹങ്ങൾ നന്നായിട്ട് നടക്കുന്നു. ഇപ്പൊ അതാണ് ബിസിയാണ്. ഇല്ല ഇപ്പൊ ദൂരയാത്രയൊക്കെയാ. ആണോ? പിന്നെ ശോഭാമേ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം. എന്ത് ചോദ്യം ചോദിക്കും അറിയില്ല മാഷിനെ കുറിച്ച്. കാരണം അത്ര അധികം ചോദ്യങ്ങളാണ്. മാഷിൻ പാട്ട് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയായിരുന്നു ഇതൊക്കെ നമുക്ക് ഇനി, കാരണം ഇന്ന് ഈ എപ്പിസോഡൊക്കെ ഫുൾ നമ്മുടെ കൂടെ ഉണ്ടാള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വഴിയെ ചോദിക്കാം. എന്നാലും രവീന്ദ്ര മാസ്റ്റർ റൗണ്ട് ഇവിടെ നടക്കാൻ പോവാണ്. കുട്ടികൾ പാട്ടുകൾ പാടാണ്. ഫേവറേറ്റ് സോങ് എന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നാലും മാഷ് എപ്പോഴും പാടിത്തരുന്ന പാട്ട് ഏതെങ്കിലും ഉണ്ടായിരുന്നോ? അഴകേ ഇഷ്ടമായിരുന്നു മാഷിനെ. സായന്തനം എന്നുള്ള പാട്ട് മാഷിന് ഇഷ്ടം. എല്ലാ പാട്ടും ഇഷ്ടം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാം ആകും ഒന്നെന്നാ പറഞ്ഞിട്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു പാട്ടുണ്ടായിരുന്നു, രാജീവം വിടരും നിൻമിഴിയിൽ. അത് ഞങ്ങളുടെ ആരംഭകാലത്തുള്ളൊരു പാട്ടാ. അപ്പൊ ശരി, എനിക്ക് വേണ്ടി മാഷ് സ്വന്തം ശബ്ദത്തിൽ കൂടുതൽ പാടി തന്നിട്ടുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് പാട്ടാണ്. എങ്ങനെയാണ് ശോഭമേ രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസ്കഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയ പാർട്ടിയൊന്നും അല്ല നമ്മള്. പാട്ടിനെ കുറിച്ച് ഡിസ്കഷൻ പറ്റാന്ന് വെച്ചാൽ എനിക്ക് സംഗീതമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് കേട്ടോ. സംഗീതത്തിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഒരു സംഗീതജ്ഞന്റെ ഭാര്യയാണ്. ആ ഭാര്യയായി മാറിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയില്ലേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഉണ്ടാവും ഒരു സൗരഭ്യം. ആ സൗരഭ്യം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആസ്വാദന സൗരഭ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. സംഗീതം അറിയുന്നല്ല പറയുന്നത്. പക്ഷേ ഭാഗ്യങ്ങൾ പലതരത്തിൽപ്പെട്ടുണ്ടല്ലേ, മഹാഭാഗ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷിനെ പോലെയുള്ള ഒരു സംഗീതജ്ഞനെ ഭർത്താവായിട്ട് കിട്ടിയെന്നുള്ളതൊരു ഭാഗ്യം അല്ലേ. ആ ഭാഗ്യം ഏതോ ജന്മസുഹൃതം. പക്ഷെ അതൊന്നുമല്ല, നീ നേരത്തെ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിച്ചതുപോലെ മാഷ് ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം കേൾക്കാനുള്ള ഒരു മഹാഭാഗ്യം, അതൊന്നും വെച്ചാൽ സാധാരണ ഭാഗ്യമല്ല. മാഷിനൊരു സിറ്റുവേഷൻ കേട്ടിട്ട് വന്നിട്ട് ഒരു പാട്ട് ഒരു മൂളി തുടങ്ങുന്ന സമയത്ത് തന്നെ, മനസ്സിലത് ട്യൂൺ വരുന്ന സമയത്ത് തന്നെ അതെന്നെ മൂളി കേൾപ്പിക്കും. ഇതാണ് ട്യൂൺ എന്ന് പറഞ്ഞിരിക്കും. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എപ്പോഴും മനസ്സിലാവില്ല ട്യൂണോട്. എനിക്ക് ലിറിക്കോട് ചേർത്താലേ മനസ്സിലാവുള്ളൂ. അപ്പം എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മാറ്റി നിർത്തില്ല, എപ്പോഴും എല്ലാത്തിനും ആ അഭിപ്രായത്തിൽ കൂടെ നിർത്തുമായിരുന്നു. അതൊരു മഹാഭാഗ്യമല്ലേ. അപ്പോൾ എല്ലാവരും കേൾക്കുന്നതിന് മുമ്പേ ആ ഒരു പാട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരത്തിനൊക്കെ അറിയാത്തതല്ല, ശരത്ത് നമ്മുടെ വീട്ടിലെ കുട്ടിയായിരുന്നില്ലേ. ഈ അടുപ്പം എന്ന് വെച്ചാല് ശരത്ത് എപ്പോഴും ശരത്തും രഞ്ജിത്ത് രണ്ടുപേരും മാഷിന്റെ കൂടെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാകും. കമ്പോസ് സമയത്ത് സമ്മതിച്ചാ നല്ലത്. ഞാൻ പറഞ്ഞില്ലട്ടോ, സ്വയം സംഭവിച്ചതാണ് കേട്ടോ. എങ്ങനെ ഇവര് വന്നിട്ടൊക്കെ എന്താണ് അവിടെ പരിപാടികൾ? ഇവര് ശരത്തിന് ഇപ്പോഴും സ്വഭാവം മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഇപ്പോഴും ഉണ്ട് ആ സ്വഭാവങ്ങളൊക്കെ. ശരിയുണ്ടാ. അത് മാഷിങ്ങനെ കാത്തിരിക്കുക, കമ്പോസിങ്ങിന് വേണ്ടി വരാൻ വേണ്ടി, ശരത്ത് വരാൻ വേണ്ടി കാത്തിരിക്കും. സമയത്തിനൊന്നും വരില്ല ആള്. അന്നീ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കയ്യിലില്ല. എന്നിട്ട് വന്നിട്ടത് മാഷിനെ എന്താ ഇത് പറയുമല്ലോ, അതെങ്ങനെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. മാഷ് പറയും ഇത്ര ലേറ്റായിട്ട് വന്നാൽ മതിയാണ്. പക്ഷെ വർക്കില് ശരിക്കും പറഞ്ഞ ശരത്തിനെയൊക്കെ നമ്മൾ സമ്മതിക്കണം. ശരത്തൊക്കെ ഒരു പക്ഷെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ട് ശീലിച്ച് വന്നുകൊണ്ടായിരിക്കും. അത്ര ഡെഡിക്കേഷൻ
ആ ഡെഡിക്കേഷൻ ഉണ്ടായല്ലോ. ഭക്ഷണം പോലും കഴിക്കാതിരിക്കില്ല. ശരത്തിൻ്റെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം വന്നിട്ട് വായിൽ ഇവർ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കും, വായിൽ ഊട്ടി കൊടുക്കുകയോ ചെയ്യുന്നത്. എത്രയോ തവണ വീട്ടിൽ വന്നിട്ട് അത്രയ്ക്കും വർക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനൊന്നും ഒരു ഇത് കൊടുക്കില്ല. അമ്മമാരല്ലേ, അമ്മമാർക്ക് സഹിക്കല്ല. സമയം കഴിയുമ്പോഴത്തേക്ക് വന്ന് ഒരാൾ വായിച്ചുകൊണ്ടിരിക്കും, ഒരാൾ വായിൽ കൊടുത്തുകൊണ്ടിരിക്കും. അമ്മ അത്രയ്ക്കും ഒരു നല്ല അമ്മയായിരുന്നു. അമ്മ ശരത്തിനും വേണ്ടി ആണല്ലോ മദ്രാസിലേക്ക് വന്നതും. അപ്പം ശരത്തിനെ അത് പറയുമ്പോൾ അമ്മയുടെ ഓർമ്മ വരും പെട്ടെന്ന്, അല്ലേ ശരത്ത്? എപ്പോഴും ശോഭയെ ശോഭയെ ശോഭയെന്ന് വിളിച്ച് നടക്കുകയാണെന്നാണ് കേട്ടത്. വീട്ടില് ആ ഒരു മന്ത്രം അവിടെ ഒക്കെ കേൾക്കാം, ജപിക്കുന്ന പോലെ. എപ്പോഴും ആ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എപ്പോഴും ശോഭേ എന്ന് വിളിക്കാൻ ഒരു 8 പല ശോഭകളും വരും ആ ശബ്ദം കേട്ട്. ശോഭ അപ്പൊ തന്നെ ഓടി വരുന്നത്. പിന്നെ അയ്യോ അതല്ല ഉഗ്രം കുക്കാണ്. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മോനെ എന്ന് പറഞ്ഞിട്ട് അത് ആഗ്രഹിച്ച് കഴിക്കുന്ന ഒരാളുമായിരുന്നു. പിന്നെ മക്കള് 3 പേര് നല്ല പിള്ളേരാ, 3 ഘടാഘടിയന്മാരായിട്ടുള്ള 3 പേരും. ശോഭയെന്ന് വിളിക്കുന്നതിന് പറഞ്ഞപ്പോൾ ആലോചിച്ച്, ഈ ഇപ്പൊ പറഞ്ഞല്ലോ നാമം ജപിക്കുന്നവർ, ഈ നാമം എന്തിനാ നമ്മൾ ജപിക്കുന്നേ? നമ്മൾ തുടർന്ന് നാമം ജപിച്ചിരിക്കുമ്പോൾ ആ നാമം തന്നെയായിരിക്കും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് നാമം, ഈശ്വരൻ നാമം ജപിക്കുകയാണെങ്കിൽ അവസാന സമയത്ത് ആ നാമം വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ നാമം ജപിക്കാൻ പറയുന്നത്. അപ്പൊ ഏത് നാമമാണോ നമ്മൾ ജപിക്കുന്നത് അതല്ലേ വരുള്ളൂ. ശോഭയെ നാമം ജപിച്ച അവസാനത്തെ വിളിയും ശോഭ എന്നായിരുന്നു. ഒക്കെ അല്ലേ ഞാൻ പറയില്ല, അതൊരു നമ്മൾ എന്താ പറയാ, മഹാഭാഗ്യം എന്ന് പറയുന്നത് അത് പറയാനുള്ളൂ. എല്ലാം മഹാഭാഗ്യമാണ്, ഭഗവാൻ തന്നത് എല്ലാം മഹാഭാഗ്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ശേഷവും രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ അതുണ്ടല്ലോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചത്. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മളിപ്പോ എല്ലാ കാര്യത്തിനും പോകുന്നത്. ഈവൻ സപ്താഹം ഞങ്ങളിപ്പോ ചെയ്യുന്നത് പോലും രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ എന്നാണ്, ലേബലാണ്. ഭാഗവതാണ് പറയുന്നതെങ്കിലും മാഷിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് നമുക്കവിടെ സ്ഥാനം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭാഗ്യ ജീവിതം. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം. മാഷിന്റെ എനിക്ക് ഇതൊന്നുമല്ല കേട്ടോ ശോഭച്ചയോട് വേറൊരു സീക്രട്ട്, ഒരു ഡൗട്ട്. അത് ഒരുപാട് പേര് ചോദിച്ചു കാണും, എന്താണ് ഇതിന്റെ സീക്രട്ട്? ഏത് നമ്മുടെ പിന്നിലുള്ള എനിക്ക് സത്യമായിട്ട് ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അല്ല സത്യമായിട്ടും. പക്ഷെ നമ്മളതിനെ ചോദിക്കുമ്പോ ചിലവർക്ക് അതൊരു നീ അങ്ങനല്ലല്ലോ പറഞ്ഞ രവീന്ദ്ര മാഷിന്റെ ഭാര്യ തിരുപ്പനും വെച്ചോണ്ട് വന്നേക്കുന്നല്ലേ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഞങ്ങളുടെ ഇവർക്കൊക്കെ അറിയാം, വയലിനിസ്റ്റുകൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് ഇത് ഈ ഹെയർ ഉണ്ടല്ലോ, ഈ ഹെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോ ഞങ്ങൾ വായിക്കുന്ന വയലിന്റെ ബോയ്ക്ക് ഇടാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഹെയർ, അതിന്റെ അത്രയും നീട്ടമുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇതിപ്പോ കൊറേ പേര് വന്നിട്ട് ആദ്യമൊക്കെ സ്ത്രീകൾ മാത്രമേ ചോദിക്കണ്ടായിരുന്നുള്ളൂ, ഇപ്പം കണ്ടില്ലേ? അല്ല ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് ഞങ്ങൾക്ക് ഈ ഹെയർ ബോന് ഒറിജിനൽ ഹെയർ കിട്ടാൻ. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. വില പറഞ്ഞിട്ട് കുറച്ച് ആവശ്യം വരും, ഞാൻ വരാം. 1-2 കോടി ചോദിച്ചാൽ 1/2 കിലോ കൊടുക്കാം. അല്ല എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ ചോദിക്കാമല്ലോ, ഡിമാൻഡ് ചെയ്യാം. പിന്നെ അത് ഇനി പാറു അത് മാത്രമല്ല, അണ്ണാച്ചിക്ക് കുറെ നാളുകൊണ്ട് ഈ ഉപ്പുമാങ്ങ ഭരണി പോലെ നടക്കുക, തലയിൽ മറ്റേ കെട്ടി വെച്ചിട്ട് അതുകൊണ്ട് വളരുന്നതും അവിടെ ചെറുത് കെട്ടി വെച്ചിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. മാഷിന് ഇഷ്ടായിരുന്നു മുടി വളർത്തുന്നൊക്കെ. മാഷ് മുടി കണ്ടിട്ട് തന്നെയാണ് മുടി കണ്ടിട്ടാണ് വീണത്. സത്യം, മുടി തട്ടിയാ വീണത്. മാഷിന് വളരെ ഇഷ്ടമുള്ളതാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി വളരെ ഇഷ്ടമാണ്. അപ്പൊ മാഷാണ് ശരിക്കും പറഞ്ഞ എന്റെ മുടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള്. അങ്ങനെയായിരുന്നു കൊണ്ടുവരുന്നിരുന്നത്. ശരി, അതൊക്കെ ഒരു കാലം. ഇപ്പൊ മുടി മാത്രമേ ഉള്ളൂ. അല്ല ഇതിപ്പോ നമുക്ക് രവിയേട്ടൻ വളരെ സ്പെഷ്യൽ, വളരെ റെയർ ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ പോലെ ഒരു സൂപ്പർ സ്പെഷ്യൽ മുടിയും ഉണ്ട് കൂടെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഓക്കെ ശോഭാമ, അപ്പൊ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം. നമ്മുടെ കൂടെ എപ്പിസോഡിൽ കൂടെ ഉണ്ടാവണം. ശോഭാമയുടെ സീറ്റ് അവിടെയാണ്. പയ്യെ നമുക്ക് ഓരോരോ വിശേഷം എന്റെ അടുത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാം. ശരി, ഓക്കെ, താങ്ക് യു. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ